ഇന്ന് നമ്മുടെ പരിശോധനാ ഫലം 2 പേർക്കാണ് പോസിറ്റീവ്, 8 നെഗറ്റീവുമാണ്. പക്ഷേ ഇന്നത്തെ പോസിറ്റീവായ 2-ൽ 1 വയനാടാണ്. വയനാട് കഴിഞ്ഞൊരു മാസക്കാലത്തിലധികമായി പോസിറ്റീവ് കേസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു ജില്ലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വയനാടിനെ ഗ്രീൻ സോണിലായിരുന്നു ഈ റിസൾട്ട് വരുന്നവരെ പെടുത്തിയിരുന്നത്. ആ ഒരു ചിത്രം മാറിപ്പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ 1 കണ്ണൂരാണ്. നെഗറ്റീവായത് കണ്ണൂർ 6, ഇടുക്കി 2. ഇതുവരെ 499 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 96 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 21,894 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. അതിൽ 21,494 പേര് 21,894-ൽ 21,494 വീടുകളിലാണ്. 410 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 80 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതുവരെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത് 31,183 അതിൽ 30,358 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മുൻഗണനാ ഗ്രൂപ്പുകളിലെ 2,093 സാമ്പിളുകൾ അയച്ചപ്പോൾ 1,234 നെഗറ്റീവ് ഫലം വന്നിട്ടുണ്ട്. സംസ്ഥാനത്തിപ്പോൾ ആകെ 80 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. പുതുതായി ഹോട്ട്സ്പോട്ടുകളില്ല. 23 ഹോട്ട്സ്പോട്ടുകൾ കണ്ണൂർ ജില്ലയിലാണ്. ഇടുക്കിയിൽ 11, കോട്ടയത്തും 11. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ചികിത്സയിലുള്ളത് കണ്ണൂരിലാണ്, 38 പേർ. ഇവരിൽ 2 പേർ കാസർകോട്ടുകാരാണ്. എന്നാൽ ഒരു കണ്ണൂർ സ്വദേശി കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നുണ്ട്. കോട്ടയത്ത് 18 പേര്, അതിലൊരാൾ ഇടുക്കിയിലാണ്. കൊല്ലത്തും ഇടുക്കിയിലും 12 പേർ വീതം. രാജ്യത്ത് ലോക്ക്ഡൗൺ കേന്ദ്ര സർക്കാർ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. അതേസമയം കൂടുതലായി ചില ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പൊതുവായ മാർഗനിർദ്ദേശങ്ങളുടെ ചട്ടക്കൂടിനകത്തു നിന്നുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉടനെ പുറപ്പെടുവിക്കും. രോഗചികിത്സക്കും പ്രതിരോധത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് ആദ്യഘട്ടത്തിൽ നാം സ്വീകരിച്ചത്. അതുകൊണ്ട് ജനങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിന് നല്ല ഫലമുണ്ടായിട്ടുണ്ട്. അപകടനില തരണം ചെയ്തു എന്ന് പറയാനാവില്ല. സാമൂഹ്യ വ്യാപനം എന്ന ഭീഷണി ഒഴിഞ്ഞുപോയി എന്നും പറയാനാവില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നല്ല ജാഗ്രത
തുടർന്നും നാം പുലർത്തേണ്ടതുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഊന്നുമ്പോൾ നമ്മുടെ സാമ്പത്തികമായ ചലനങ്ങളെ നിയന്ത്രിക്കേണ്ടി വന്നു. സ്വാഭാവികമായ ജനജീവിതം എത്രത്തോളം അനുവദിക്കാനാവും, ഇതാണ് സർക്കാർ പരിശോധിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്ത് വലിയ പ്രവാസി സമൂഹമാണ് കഴിയുന്നത്. അവരുടെ നാടുകൂടിയാണ് ഇത് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവരെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം പടിപടിയായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത്തരമൊരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ രോഗവ്യാപനത്തിനിടയാവാത്ത തരത്തിലുള്ള ജാഗ്രതയും നാം പുലർത്തിപ്പോവണം. കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നലത്തെ ഉത്തരവനുസരിച്ച് ലോക്ക്ഡൗൺ മെയ് 17 വരെയാണ് ദീർഘിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തുള്ള ജില്ലകളെ 3ആയി തരംതിരിച്ചിരിക്കുകയാണ്. റെഡ്, ഓറഞ്ച്, ഗ്രീൻ സോണുകളായിട്ട്. 21 ദിവസമായി കോവിഡ് പോസിറ്റീവുകളില്ലാത്ത ജില്ലകളാണ് ഗ്രീൻ സോൺ. അപ്പോൾ കേന്ദ്രം ഇന്നലെ ഇറക്കിയ പട്ടിക അനുസരിച്ച് എറണാകുളവും വയനാടും ഗ്രീൻ സോണിലാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ പരിശോധനയിൽ ഒരു പോസിറ്റീവ് കേസ് വന്നതുകൊണ്ട് വയനാടിനെ ഓറഞ്ച് സോണിലേക്ക് മാറ്റുകയാണ്. അതോടൊപ്പം കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് തന്നെ 21 ദിവസത്തിലധികമായി പുതിയ കോവിഡ് കേസുകളില്ലാത്ത ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകൾ കൂടി ഗ്രീൻ സോണിൽ പെടുത്തുകയാണ്. കേന്ദ്ര മാനദണ്ഡപ്രകാരം തന്നെയാണ് ഈ മാറ്റം. നിലവിൽ കോവിഡ് പോസിറ്റീവ് രോഗികൾ ചികിത്സയിലില്ലാത്ത ജില്ലകൾ കൂടിയാണിത്. കണ്ണൂർ, കോട്ടയം ജില്ലകളെയാണ് കേന്ദ്ര സർക്കാർ റെഡ് സോണിൽ പെടുത്തിയത്. അത് അങ്ങനെ തന്നെ തുടരും. ഈ രണ്ട് വിഭാഗത്തിലും പെടാത്ത ജില്ലകളെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഓറഞ്ച് സോണിൽ ഉൾപ്പെടുത്തിയത്. ഇത് പ്രകാരം സംസ്ഥാനത്തെ കാസർഗോഡ്, ഇടുക്കി, കോഴിക്കോട്, കൊല്ലം, പാലക്കാട്, പത്തനംതിട്ട, മലപ്പുറം, തിരുവനന്തപുരം, നേരത്തെ പറഞ്ഞ വയനാട് കൂടി അതിൽപ്പെടുകയാണ്. ഈ ജില്ലകളെല്ലാം ഓറഞ്ച് സോണിൽപ്പെടും. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, സമയാസമയം ഓരോ ജില്ലയിലെയും സ്ഥിതി വിലയിരുത്തി സോണുകളുടെ തരംതിരിക്കലിൽ മാറ്റം വരുത്തും. റെഡ് സോണിലെ ജില്ലകളിലെ ഹോട്ട്സ്പോട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അതിനൊരു കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രദേശങ്ങളിൽ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ഇളവുകളുണ്ടാവും. നേരത്തെ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ഹോട്ട്സ്പോട്ടുകളായ നഗരസഭകളുടെ കാര്യത്തിൽ ഏത് വാർഡോ ഡിവിഷനോ ആണോ ഹോട്ട്സ്പോട്ടായിട്ടുള്ളത് അതടച്ചിടുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇത് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ കൂടി വ്യാപിപ്പിക്കുകയാണ്. പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം, വാർഡും അതിനോട് കൂടിച്ചേർന്ന് കിടക്കുന്ന വാർഡുകളും ആവശ്യമാണെങ്കിൽ ഉൾപ്പെടുത്തും.
അങ്ങനെ ആ ഒരു പ്രദേശം കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി മാറ്റും. നമ്മുടെ ഗ്രീൻ സോൺ ജില്ലകളിൽ പൊതുവിലുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുക തന്നെ വേണം. കേന്ദ്ര സർക്കാർ പൊതുവായി അനുവദിച്ച ഇളവുകൾ സംസ്ഥാനത്താകെ നടപ്പാക്കുകയാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും. ഇപ്പം അനുവദനീയമല്ലാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഗ്രീൻ സോണിലടക്കമാണ്. ഗ്രീൻ സോണിലടക്കം പാടില്ല. അതിലൊന്ന് പൊതുഗതാഗതം അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് പുറമെ 2 പേരിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല. അത് ഹോട്ട്സ്പോട്ടിൽ, ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ അതും പാടില്ലാത്തതാണ്. 2 വീലറുകളിൽ പിൻസീറ്റ് യാത്ര ഒഴിവാക്കേണ്ടതാണ്. അതായത് 2 ആൾ പാടില്ല എന്നർത്ഥം. എന്നാൽ പിന്നെ മുന്നിലാകാൻ നോക്കരുത്. ഒരാൾ മാത്രമേ ഈ 2 വീലറിൽ സഞ്ചരിക്കാവൂ എന്നാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ അത്യാവശ്യ കാര്യത്തിനായി പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഇളവ് അനുവദിക്കും. ഇപ്പോൾ ഒരു ഓഫീസിൽ എത്തേണ്ടയാളെ ഒരു സഹോദരിയെ സഹോദരൻ കൊണ്ടുപോകുന്നു, ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അത്തരം കാര്യങ്ങൾ അനുവദിക്കുന്ന നിലയുണ്ടാവും. ആളുകൾ കൂടിച്ചേരുന്ന ഒരു പരിപാടിയും പാടില്ല. സിനിമാ തിയേറ്റർ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയിലുള്ള നിയന്ത്രണം ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ തുടരും. ഇതിൽ ആളുകൾ കൂടിച്ചേരുന്ന എല്ലാ പരിപാടികളും നേരത്തെ ഉള്ളതുപോലെ തന്നെ വേണ്ടെന്ന് വെക്കുകയാണ്. അത് സാമൂഹ്യ പരിപാടിയായാലും കുടുംബ പരിപാടിയായാലും രാഷ്ട്രീയ പരിപാടിയായാലും ഇതുപോലുള്ള സിനിമാ തിയേറ്ററോ മറ്റു കാര്യങ്ങളോ എല്ലാമായാലും ആരാധനാലയങ്ങളുടെ കാര്യങ്ങളായാലും എല്ലാം വേണ്ടെന്ന് വെക്കുകയാണ്. അതേപോലെ തന്നെ പാർക്കുകൾ, ജിംനേഷ്യം അതുപോലുള്ള ഇടങ്ങളിലെ കൂടിച്ചേരലുകളും ഉണ്ടാകാൻ പാടില്ല. മദ്യഷാപ്പുകൾ ഈ ഘട്ടത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. മാളുകൾ, ബാർബർ ഷാപ്പുകൾ, ബ്യൂട്ടി പാർലറുകൾ ഇതൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷേ ബാർബർമാർക്ക് വീടുകളിൽ പോയി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ജോലി ചെയ്യാവുന്നതാണ്. വിവാഹം, മരണാനന്തര ചടങ്ങ് ഇതിലൊക്കെ 20-ലധികം ആളുകൾ പാടില്ല എന്നാണ് നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ്. അതാ നിലക്ക് തന്നെ തുടരേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കില്ല. പരീക്ഷാ നടത്തിപ്പിനായി മാത്രം നിബന്ധനകൾ പാലിച്ച് തുറക്കാവുന്നതാണ്. ഇതോടൊപ്പം ഞായറാഴ്ച പൂർണ്ണ ഒഴിവു ദിവസമായി കണക്കാക്കണം. കടകളോ ഓഫീസുകളോ ഒന്നും തുറക്കാൻ പാടില്ല. വാഹനങ്ങളും അന്ന് പുറത്തിറങ്ങാതിരിക്കണം. ഇത് ഇന്ന് പറയുന്നതുകൊണ്ട് നാളെ നടപ്പാക്കാൻ കുറച്ച് വിഷമമുണ്ടാവും.
അതുകൊണ്ട് നാളെ അത് പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ നടപ്പാക്കാൻ പറ്റുന്നവരെല്ലാം നാളെ തന്നെ നടപ്പാക്കാൻ ശ്രദ്ധിക്കണം. തുറന്നുള്ള ഞായറാഴ്ചകളിൽ ഈ നിയന്ത്രണം പൂർണ്ണതോതിൽ നിലവിൽ കൊണ്ടുവരാനാവണം. അപ്പോൾ മുഴുവൻ പേരും അതുമായി സഹകരിക്കണം. അവശ്യ സർവീസുകളല്ലാത്ത സർക്കാർ ഓഫീസുകൾ നിലവിലെ രീതിയിൽ തന്നെ മെയ് 15 വരെ പ്രവർത്തിക്കാവുന്നതാണ്. ഗ്രൂപ്പ് എ, ബി ഉദ്യോഗസ്ഥരുടെ 50%, സി, ഡി ഉദ്യോഗസ്ഥരുടെ 33% ഓഫീസുകളിൽ ഹാജരാകേണ്ടതാണ്. അനുവദിക്കുന്ന കാര്യങ്ങളെടുത്താൽ ഗ്രീൻ സോണുകളിൽ കടകമ്പോളങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 7 മുതൽ രാത്രി 7:30 വരെയായിരിക്കും. അകലം സംബന്ധിച്ച എല്ലാ നിബന്ധനകളും പാലിക്കണം. ഇത് ആഴ്ചയിൽ 6 ദിവസവും അനുവദിക്കും. ഓറഞ്ച് സോണുകളിൽ നിലവിലുള്ള സ്ഥിതി തുടരണം. ഗ്രീൻ സോണുകളിലെ സേവന മേഖലയിലെ സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം പരമാവധി 50% ജീവനക്കാരുടെ സേവനം ഉപയോഗിച്ച് പ്രവർത്തിക്കും. ഓറഞ്ച് സോണുകളിൽ നിലവിലുള്ള സ്ഥിതി തുടരും. ഹോട്ട്സ്പോട്ടുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ, അതായത് കണ്ടെയ്ൻമെൻറ് സോൺ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകൾക്ക് പാർസലുകൾ നൽകാനായി തുറന്ന് പ്രവർത്തിക്കാം. അവിടെ ഭക്ഷ്യവിതരണമില്ല, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവർക്ക് നിലവിലുള്ള സമയക്രമമാണ് പാലിക്കേണ്ടത്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സ്ഥാപനങ്ങൾക്ക് നിലവിലെ സ്ഥിതി തുടരാവുന്നതാണ്. ഒന്നിലധികം നിലകളില്ലാത്ത ചെറുകിട ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ 5-ൽ താഴെ ജീവനക്കാരുടെ സേവനത്തോടെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കും. പക്ഷേ ഈ ഇളവുകൾ ഗ്രീൻ, ഓറഞ്ച് സോണുകൾക്കാണ് ബാധകം. അതുപോലെ തന്നെ ഗ്രീൻ, ഓറഞ്ച് സോണുകളിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ടാക്സി, യൂബർ പോലുള്ള ക്യാബ് സർവീസുകൾ അതെല്ലാം അനുവദിക്കും. ഡ്രൈവറും 2 യാത്രക്കാരും മാത്രമേ പാടുള്ളൂ. ഹോട്ട്സ്പോട്ടുകളിലൊഴികെ ഗ്രീൻ, ഓറഞ്ച് സോണുകളിൽ അന്തർജില്ലാ യാത്രക്ക്, അതായത് പ്രത്യേകം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക്, സാധാരണഗതിയിലില്ല, പ്രത്യേകം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക് അന്തർജില്ലാ യാത്രക്ക് അനുമതി നൽകും. അത് പൊതുവാഹനമല്ല, കാറുകളിൽ പോകുമ്പോൾ പരമാവധി 2 യാത്രക്കാരും ഡ്രൈവറും. ചരക്ക് വാഹനങ്ങളുടെ നീക്കത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല, പ്രത്യേക പെർമിറ്റും വേണ്ടതില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 7:30 വരെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാവുന്നതാണ്. ഇത് ഹോട്ട്സ്പോട്ടുകളിൽ പൊതു നിയന്ത്രണമുണ്ട്, ആ നിയന്ത്രണത്തിന് വിധേയമാകണം. 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും വീടുകളിൽ തന്നെ കഴിയണം. വൈകിട്ട് 7:30 മുതൽ രാവിലെ 7 വരെയുള്ള സഞ്ചാരത്തിന് നിയന്ത്രണമുണ്ടാകും. അതായത് രാത്രികാല സഞ്ചാരം നിയന്ത്രണമുണ്ടാകും. അത്യാവശ്യവും അനുവദനീയവുമായ കാര്യങ്ങൾക്ക് റെഡ് സോണുകളിലും വാഹനങ്ങൾ ഓടാൻ അനുവദിക്കും. അവിടെയും 2 യാത്രക്കാർ മാത്രമേ ഡ്രൈവർക്ക് പുറമേ ഉണ്ടാകാവൂ.
ടു വീലറിൽ പിൻസീറ്റ് യാത്രയ്ക്ക് അനുവാദമുണ്ടാവില്ല. കൃഷിയുടെ കാര്യത്തിൽ നേരത്തെ ഇളവുകൾ പറഞ്ഞിട്ടുണ്ട്, അത് തുടരും. വ്യവസായത്തിൻ്റെ കാര്യത്തിലും നേരത്തെ പറഞ്ഞ ഇളവുകൾ തുടരും. കേന്ദ്രം അനുവദിച്ച, ഇവിടെ പ്രത്യേകം പരാമർശിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ ഇളവുകളും സംസ്ഥാനത്ത് ബാധകമായിരിക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിശ്ചിത സ്ഥലങ്ങളിൽ പ്രഭാത സവാരി അനുവദിക്കും. ഇത്തരമൊരു പൊതുവായ സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ ചില സവിശേഷതകളുണ്ടാകും. ആ സവിശേഷതകൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ വേണ്ടതായിട്ട് വരാം. മാറ്റം എന്താണോ വേണ്ടത് അത് ജില്ലാ കലക്ടർ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അറിയിക്കണം, ജില്ലാ കലക്ടറുടെ ശുപാർശയായിട്ട്. സംസ്ഥാന തലത്തിൽ ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുത്തുകൊണ്ട് ആഭ്യന്തര ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, റവന്യൂ, തദ്ദേശ, ആരോഗ്യ, IT വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, പോലീസ് മേധാവി, ഇവരെല്ലാം അടങ്ങുന്നൊരു സമിതിയുണ്ട്. ആ സമിതി പരിശോധിച്ച് ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കും. പോസ്റ്റ് ഓഫീസുകൾ തുറന്നിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർക്ക് കളക്ട് ചെയ്ത പണം അടക്കുന്നതിന് പോകാനുള്ള അനുമതിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ആ പണമടക്കാൻ അവർക്ക് അനുമതി നൽകും. അത് ഈ ഹോട്ട്സ്പോട്ടുകളിൽ പറ്റില്ല, മറ്റെല്ലാ പ്രദേശങ്ങളിലും നൽകും. കാർഷിക നാണ്യവിളകളുടെ വ്യാപാരം സ്തംഭിച്ചു പോയിട്ടുണ്ട്. ഇത് കാർഷിക വൃത്തിയെയും കർഷക ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ കർഷക രംഗത്ത് എല്ലാ പ്രോത്സാഹനവും നൽകണമെന്നാണ് പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 2 ദിവസം തുറക്കാൻ അനുമതി നൽകും. വ്യാവസായിക, വാണിജ്യ, വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് അടക്കുന്നതിന് 6 മാസത്തെ സാവകാശം നൽകാനും ലേറ്റ് പേയ്മെൻറ്റ് സർചാർജ് 18% നിന്ന് 12% കുറക്കാനും തീരുമാനിച്ചിരുന്നു. ഈ അളവുകൾ സ്വകാര്യ ആശുപത്രികൾക്കും ബാധകമാക്കുന്നതിന് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളൊരു ഘട്ടത്തിൽ നമ്മുടെ സമൂഹം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. അതിൽ പ്രായമായവർ, കിഡ്നി, ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ രോഗബാധിതർ, ചിലർ കിഡ്നി രോഗമായിരിക്കും, ഹൃദ്രോഗവും ക്യാൻസറും ഒക്കെ ഗുരുതരമായ രോഗമാണ്. ഇത്തരം ആളുകൾക്ക് കോവിഡ് വ്യാപക സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വ്യാപന സാധ്യത കൂടുതലുള്ള വിഭാഗമാണിത്, പ്രായമായവരും ഈ പറഞ്ഞ രോഗങ്ങളുള്ളവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടി വരും. അവർ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വീട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് നല്ല ബോധവാന്മാരാവണം. ഇക്കാര്യത്തിൽ നല്ല രീതിയിൽ ബോധവൽക്കരിക്കാൻ നിങ്ങളുടെ മാധ്യമങ്ങളുടെ സഹായവും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതിൽ പ്രത്യേകമായി നമ്മുടെ ചാനലുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പരിപാടി ആസൂത്രണം ചെയ്യാൻ സാധിക്കും.
സർക്കാരുമായി ചേർന്നുകൊണ്ട് തന്നെ അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെ ഗൃഹസന്ദർശനവും ബോധവൽക്കരണവും പ്ലാൻ ചെയ്യുന്നുമുണ്ട്. വീടുകളിൽ കൃത്യമായി പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേകമായൊരു നോട്ടീസും നൽകുന്ന സ്ഥിതിയുണ്ടാവും. ഇവിടെ ഇനിയുള്ളൊരു ഘട്ടം നേരിടുന്നതിന് ഈ വിഭാഗത്തെ സംരക്ഷിക്കൽ വളരെ പ്രധാനമാണ് എന്ന് നാം കാണണം. രോഗവ്യാപന സാധ്യത കൂടുതലായിട്ടുള്ള ഈ വിഭാഗത്തെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതി സമൂഹത്തിനാകെ സ്വീകരിക്കാൻ കഴിയണം. ഇത്തരം കാര്യങ്ങൾ നാട്ടിലാകെ എത്തിക്കുന്നതിനും പൊതുവിൽ അതിനനുസരിച്ചുള്ള ജാഗ്രതയും ഗൗരവബോധവും ഉണ്ടാകുന്നതിനും ചില പ്രാദേശിക സമിതികൾ വേണ്ടിവരും. അതിൻ്റെ ഭാഗമായി കാണുന്നത് ഇപ്പോൾ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, വാർഡുകളുണ്ട്, കോർപ്പറേഷൻ ഡിവിഷനുകളുണ്ട്. ഇവിടങ്ങളിൽ ഒരു മോണിറ്ററിംഗ് സമിതി ഉണ്ടാവണം. അതിൽ റെസിഡൻസ് അസോസിയേഷനുള്ള സ്ഥലത്ത് അതിൻ്റെ പ്രതിനിധി ഉണ്ടാവണം. ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നാട്ടുകാരുടെ പ്രതിനിധി, വാർഡിൻ്റെ മെമ്പറോ കൗൺസിലറോ, സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ SI, വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി. ആ പ്രദേശത്ത് ചാർജുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ, സന്നദ്ധ പ്രവർത്തകരുടെ പ്രതിനിധി, അവിടെ അംഗൻവാടി ഉണ്ടെങ്കിൽ ആ അംഗൻവാടിയിലെ ടീച്ചർ, കുടുംബശ്രീയുടെ ഒരു പ്രതിനിധി, പെൻഷനേഴ്സ് യൂണിയൻ്റെ ഒരു പ്രതിനിധി, വാർഡിലുള്ള ആശാ വർക്കർ, ഇവരൊക്കെ ഉള്ളതാണ് ഈ സമിതി. ഈ സമിതി വീടുകളുമായി നിരന്തരം സമ്പർക്കത്തിലാവും. ഇത്തരം ആളുകളുള്ള വീടുകളെ പ്രത്യേകമായി പട്ടികപ്പെടുത്തും. അവിടെയുള്ള പ്രായമായവരുടെയും രോഗമുള്ളവരുടെയും കാര്യത്തിൽ പ്രത്യേക കരുതലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ രോഗാർക്കുമില്ല, എന്നാൽ നല്ല ജാഗ്രത പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതിന് നിത്യം ആ വീടുകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രക്രിയ ഈ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കും. സമിതിയിലുള്ളവർ തന്നെ ആവണമെന്നില്ല, അവർ നിശ്ചയിക്കുന്ന ആളുകൾ അവിടെ പോയാലും മതി. എന്നാൽ ഇതോടൊപ്പം വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചെത്തി വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്. അവരുടെ കാര്യത്തിലും ഈ മോണിറ്ററിംഗ് സമിതിയുടെ ശ്രദ്ധയുണ്ടാവണം. അപ്പോൾ എല്ലാ വീടുകളിലും സമിതിയുടെ ഒരു പ്രതിനിധി എല്ലാ ദിവസവും എത്തുന്ന നില വേണം. ഇതോടൊപ്പം ഇനി നാം നേരിടുന്ന ഭീഷണി ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് നമ്മുടെ ആരോഗ്യ സംവിധാനം കൂടുതൽ ഫലപ്രദവും വികേന്ദ്രീകൃതവുമാകേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്. ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ
പ്രൈവറ്റ് മേഖലയിലെ ആശുപത്രികളെയും ഡോക്ടർമാരെയും അവിടെയുള്ള സ്റ്റാഫിനെയും കൂടി നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ DMO ആണ് തയ്യാറാക്കേണ്ടത്. സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഈ കോവിഡ് പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട പരിശീലനവും നൽകും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് IMAയുടെ സഹകരണവും ഉറപ്പിക്കുന്നതാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, ടെലിമെഡിസിൻ സൗകര്യം. അപ്പോൾ ഏതൊക്കെ ഡോക്ടർമാരെയാണ് ടെലിമെഡിസിനിൽ കൂടി ബന്ധപ്പെടാനാവുക, ആ ഡോക്ടർമാരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം ഇത്തരം വീടുകളിൽ ലഭ്യമാക്കും. അതോടൊപ്പം ഡോക്ടർക്ക് രോഗിയെ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ അതിനുള്ള സൗകര്യമുണ്ടാക്കും. കാരണം പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ വാഹനം ഉപയോഗിച്ച് ആ ഡോക്ടർക്ക് രോഗിയുടെ വീട്ടിലേക്ക് പോകാൻ കഴിയും. ഇതിനു പുറമെ ഓരോ പഞ്ചായത്തിലും ഒരു മൊബൈൽ ക്ലിനിക്ക് ആവശ്യമായി വരും. അതിന് ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, മറ്റാവശ്യമായ സജ്ജീകരണങ്ങൾ എല്ലാം ഉണ്ടാകും. ഇത്തരത്തിലൊരു കരുതൽ തുറന്നുള്ള ഘട്ടത്തിൽ നാം സ്വീകരിക്കുകയാണ്. കാരണം ഓരോ പഞ്ചായത്തിലും ക്വാറന്റൈനിലുള്ളവർ തന്നെ ധാരാളം പേരാവും. പ്രായമുള്ളവർ, മറ്റ് രോഗങ്ങൾ ബാധിച്ച വൾണറബിൾ ഗ്രൂപ്പിൽപ്പെട്ടവർ, ഇത്തരം ആളുകളെ നിരന്തരമായി നിരീക്ഷിക്കുക എന്നത് നാം ഒരു ചുമതലയായി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് മടങ്ങി വരാൻ സൗകര്യമൊരുക്കണമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവർക്കും അറിയാം, നിരന്തരമായിട്ട് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാടാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ പ്രായോഗിക നടപടി കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ പ്രായോഗിക നടപടി കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങോട്ട് വരും. അത്തരമൊരു ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ, ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാരുണ്ട്. അവരിങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചു വരുന്നത് പ്രായോഗികമാവില്ല. അതിനും ഒരു മുൻഗണന കണക്കാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മുൻഗണനാ ലിസ്റ്റിൽപ്പെട്ടവർക്ക് ആദ്യഘട്ടത്തിൽ അനുമതി നൽകും. അതിൽ വിദ്യാർത്ഥികളുണ്ട്,
അവധിക്കാല ക്യാമ്പിനും മറ്റും പോയവരുണ്ട്, കോഴ്സ് കഴിഞ്ഞവരുണ്ട്, ഇപ്പോൾ ഹോസ്റ്റൽ അടച്ച് അവിടെ നിൽക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയെല്ലാമുള്ള നാട്ടിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് മുൻഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരായ മുതിർന്ന പൗരന്മാർ ബന്ധുക്കളെയോ മറ്റാവശ്യങ്ങൾക്കോ ആയി പുറത്തു പോയതാണ്, അവർക്ക് തിരിച്ചു വരണം. ഗർഭിണികളായ സ്ത്രീകൾ, ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇങ്ങനെയുള്ളവർക്കെല്ലാം മുൻഗണന നൽകണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പുറത്ത് സ്ഥിരതാമസമായിട്ടുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ, അവരുടെ ബന്ധുക്കളും മറ്റും ഇവിടെയുണ്ട്, ബന്ധുക്കളെ കാണണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാകും. അവരിപ്പോൾ ധൃതി കാണിക്കരുത്, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ വരുന്നത് ഒഴിവാക്കണം. സ്ഥിരമായിട്ട് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, ഈ ഘട്ടത്തിൽ ഒഴിവാകുന്നതാണ് നല്ലത്. ഇപ്പോൾ നോർക്കയിലെ പോർട്ടലിൽ 1,30,000 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ എയർപോർട്ടുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. സംസ്ഥാന അതിർത്തിയിൽ ഇവരെത്തേണ്ടത് എപ്പോഴാണ് എന്ന് അറിയിക്കും. ആ സമയത്താണ് അവർ സംസ്ഥാന അതിർത്തിയിലെത്തേണ്ടത്. അവിടെ വിശദമായ സ്ക്രീനിംഗ് നടക്കും. അതിൻ്റെ ഭാഗമായി രോഗലക്ഷണമുള്ളവരാണെങ്കിൽ സർക്കാർ ഒരുക്കിയ ക്വാറന്റൈനിലേക്ക് പോകണം. അല്ലാത്തവർക്ക് വീട്ടിലേക്ക് പോകാം, ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക്. 14 ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയണം. ക്വാറന്റൈനിൽ കഴിയുന്നവർ പൂർണ്ണമായും നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. ഇക്കാര്യത്തിൽ സംസ്ഥാന അതിർത്തിയിലെത്തി, വീട്ടിലെത്തി, അവിടെ ക്വാറന്റൈൻ കൃത്യമായി പാലിച്ചു പോവുക. ഇതിനെല്ലാം ചുമതല പോലീസിന് തന്നെയാണ് നൽകുന്നത്. അപ്പോൾ വീട്ടിലെത്തിയെന്ന് അവർ ഉറപ്പുവരുത്തണം. നേരെ വീട്ടിലേക്കാണ് പോയത്, വഴിക്ക് എവിടെയും തങ്ങിയില്ല എന്ന് ഉറപ്പുവരുത്തണം. വീട്ടിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്നു എന്നുള്ളതും ഉറപ്പുവരുത്താനാവണം. ഇതോടൊപ്പം വീടെവിടെയാണ് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ക്വാറന്റൈൻ സൗകര്യമുണ്ടോ? ഇല്ലെങ്കിൽ അത്തരം ആളുകൾ ഈ ആദ്യത്തെ 14 ദിവസം വീട്ടിൽ പോകാൻ പറ്റില്ല. അവർക്ക് സർക്കാർ ഒരുക്കുന്ന ഒരു ക്വാറന്റൈൻ സ്ഥലമുണ്ട്. രോഗലക്ഷണമുള്ളവരെ പാർപ്പിക്കുന്ന ക്വാറന്റൈൻ സ്ഥലമല്ല, അല്ലാത്തൊരു സ്ഥലം. അവിടെ അവർ കഴിയണം. നേരത്തെ വിദേശത്ത് നിന്ന് വരുന്ന പ്രവാസികളുടെ കാര്യത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെ. ഈ പ്രവർത്തനങ്ങൾ വികേന്ദ്രീകൃതമായി വലിയ തോതിൽ നടന്നാലേ നമുക്ക് ഇനിയുള്ള ഘട്ടത്തെ അതിജീവിക്കാൻ കഴിയും. എല്ലാ വിദഗ്ധരും ആശങ്കപ്പെടുന്നൊരു കാര്യം സാമൂഹ്യ വ്യാപനത്തിൻ്റെതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തെ നേരിടുന്നതിനും അതിജീവിക്കുന്നതിനും അങ്ങേയറ്റം വികേന്ദ്രീകൃതമായ സംവിധാനങ്ങൾ നമുക്ക് വേണം. അതുകൊണ്ടാണ് വാർഡ് തല മോണിറ്ററിംഗ് സമിതിയെക്കുറിച്ച് പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഒരു സമിതി ഉണ്ടാവണം. ആ സമിതിയുടെ അധ്യക്ഷൻ
ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചെയർപേഴ്സണായിരിക്കും. അംഗങ്ങളായി ആ തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിപക്ഷ നേതാവ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ, MLAയോ MLAയുടെ പ്രതിനിധിയോ, പോലീസിൻ്റെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി, വില്ലേജ് ഓഫീസർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി, പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ മേധാവി, അവിടെയുള്ള സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്, സാമൂഹ്യ സന്നദ്ധ സേനയുടെ ഒരു പ്രതിനിധി, കുടുംബശ്രീയുടെ പ്രതിനിധി, ആശാ വർക്കർമാരുടെ പ്രതിനിധി, പെൻഷനേഴ്സ് യൂണിയൻ്റെ പ്രതിനിധി, ഇത്രയും അംഗങ്ങളാണ് അതിനകത്തുണ്ടാവേണ്ടത്. ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലൊരു സമിതിയെ കാണുന്നുണ്ട്. അത് കലക്ടർ, ജില്ലാ പോലീസ് മേധാവി, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ, ജില്ലാ പഞ്ചായത്ത് ഓഫീസർ, ഇവരെല്ലാം അടങ്ങുന്നൊരു സമിതി കാര്യങ്ങൾ വിലയിരുത്തി ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തു പോകണം. ഇതിൽ ആരോഗ്യ സംബന്ധമായ പരിശോധനയുടെ അതുപോലുള്ള കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിനായിരിക്കും. സുരക്ഷയൊരുക്കൽ, മാനദണ്ഡങ്ങൾ ലംഘിക്കില്ലെന്ന് ഉറപ്പുവരുത്തൽ, അത് പോലീസിൻ്റെ ചുമതലയായിരിക്കും. നമ്മുടെ സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികൾക്ക് തിരിച്ചു പോകുന്നതിന് പ്രത്യേക നോൺ സ്റ്റോപ്പ് ട്രെയിൻ അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രിയോട് തന്നെ നേരിട്ട് അഭ്യർത്ഥിച്ചിരുന്നു. കേന്ദ്രം ആദ്യ ഉത്തരവിൽ ബസ് മാർഗമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ വീണ്ടും ഇടപെട്ടു. കേന്ദ്രം പിന്നീടത് മാറ്റി ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇന്നലെ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ചില ട്രെയിനുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതിലാവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പോകാൻ ആഗ്രഹിക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് അവരുടെ നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യമാണ് ഉണ്ടാക്കുന്നത്. നമ്മളാരെയും നിർബന്ധിച്ച് തിരിച്ച് അങ്ങോട്ട് അയക്കുകയല്ല. എന്നാൽ ഇത്തരമൊരവസ്ഥയിൽ നാട്ടിൽ പോയി ബന്ധുക്കളെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അവർക്ക് പോകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, അവരെത്തേണ്ട സ്ഥലം, അവരുടെ നാട്, അവിടുന്ന് NOC ലഭിച്ചാൽ മാത്രമേ ട്രെയിൻ അനുവദിക്കലും ട്രെയിനിൻ്റെ യാത്ര തുടങ്ങലും ഒക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ചില സ്ഥലത്ത് NOC ലഭിക്കുന്നതിന് ചില ബന്ധപ്പെടലുകൾ ആവശ്യമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ ചീഫ് സെക്രട്ടറിമാരുമായും ബന്ധപ്പെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. പോയത് ഒറീസയിലേക്കായിരുന്നു ഇന്നലെ പോയത്. ഇന്ന് ഒറീസ ചീഫ് മിനിസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. കേരളത്തിന് നന്ദി അറിയിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവർ നാട്ടിലേക്ക് വരുന്നതാണ്, എപ്പോഴും തിരിച്ചു വരുന്നതിന് സ്വാഗതമാണ്, അവരെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു പ്രയാസവും ഇവിടെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ ജീവനക്കാരുടെ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ ജീവനക്കാർക്ക്
സഹായധനം അനുവദിച്ചിട്ടുണ്ട്. വേതനം ലഭിക്കാത്തവർക്കും ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്കും അടച്ച തുകയുടെ 90%, 7,500 രൂപയോ ഏതാണ് കുറവ് എന്ന നിരക്കിൽ പലിശരഹിത ധനസഹായം നൽകും. തിരിച്ചടക്കേണ്ടതാണ്. തിരിച്ചടവ് പരമാവധി 24 മാസഗഡുക്കളായിരിക്കും. 30,000 അംഗങ്ങൾക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനാവും. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നൽകാനുണ്ടായിരുന്ന സ്കോളർഷിപ്പ് കുടിശ്ശിക 131 കോടി വിതരണം ചെയ്തിട്ടുണ്ട്.